ഹലോ ഗൈസ്, നമുക്കിന്ന് പൊട്ടീനെ കാട്ടി. അത് അമ്മായിയാണ് ചെയ്തത്. നമ്മളൊക്കെ വീടെല്ലാം നമ്മൾ വൃത്തിയാക്കി. അമ്മായി അത് ചെയ്ത് അതൊരു ചട്ടിയിലാക്കിയിട്ട് അരുമൂലയൊക്കെ തിരി കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കുക. അതിൻ്റെ പൊട്ടിമക്കളും പോപ്പോൾ ശീബോധി മക്കളും വാർന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം ആരും ഇടായങ്ങളല്ലാണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി കണ്ട് ഇത് ഇടണ്ടി. ഏത് എസിയോ? അതൊന്ന് കയറി ഇട്ടാളുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ ലേശം വെള്ളം നിൽക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കമ്മിയില വരുന്നെന്ന്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യല് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇന്ന് എന്താ വെച്ചാൽ നമ്മളെ മുറ്റം നിറച്ചും വെള്ളമാണ്. ഇത് കുട വേണം. നമ്മളൊന്നേട്ടനെ കുട തന്നെ വേണ്ട. നമ്മളൊന്നേട്ടൻ പണ്ടത്തെ ബുള്ളറ്റിന്മേൽ പോകാൻ പോവാട്ടോ. ഉണ്ണേട്ടന് 2 വണ്ടി വെടക്കായിട്ടുണ്ട്, കിടക്കണം, നന്നാക്കിയില്ല. അപ്പോൾ ഈ വണ്ടിയിലാണ് പോക്ക്. ആഹാ, ആരോഗ്യം അത്ര. അങ്ങനെ മോളെ വണ്ടിയുണ്ട്, ഉണ്ണിയേട്ടൻ്റെ വണ്ടിയുണ്ട്. ഇപ്പം 2 വണ്ടിയും ഇല്ലയെന്ന് പറയണതാണ് ശരി. അപ്പം നമ്മൾ വെള്ളം നീന്തി അങ്ങോട്ടാ പോണ്. നമ്മൾ ഈ പൊട്ടി മക്കളും പറഞ്ഞിട്ട് ആക്കിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാവേ. പൊട്ടി മക്കളും ശിവതി മക്കളും പറഞ്ഞിട്ട് ചട്ടിയിലിട മുളക്, തിരി, ചൂട്ട് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാ ചൂട്ട് വെക്കുമെന്ന്. ഇപ്പോൾ ഇന്ന് ചുട്ടത്ത് നാളെ നമ്മളെ കല്യാണം പറഞ്ഞയക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം സന്ധ്യ ആയാൽ നമ്മളിന്ന് ഇല അട ചുടും. പണ്ടുള്ള ആൾക്കാരൊക്കെ പാളടയാണ് അത്ര ചുട്ടിനത്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ പറയോ, ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് നമുക്ക് പൊട്ടീനാട്ടിയിട്ട് കുളത്ത് പോയി കുളിക്കണം. അങ്ങനെ ഞങ്ങളും പോകും. ഞങ്ങളവിടെ ഒരു കല്ലുട്ടിയുണ്ട്, അവിടെ പോയി കുളിക്കും ഞാനും ചേച്ചിയൊക്കെ. അങ്ങനെ പാളട മാത്രം അമ്മ ചുടൂല, ഇലട ചുട. ഞാൻ പറയാം, അമ്മ എന്താ നമ്മൾ പാളട ചുടാത്ത? കോടി അവിടുന്ന് പാളടയൊന്നും ചുടാത്ത അവിടെ ഇതന്നെ തിന്ന ആളുണ്ടാവില്ല. അങ്ങനെ പാളട ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. കുട്ടികളൊക്കെ വടായാറും വലിയ പാളയിൽ നിറച്ചും അട ചുടുകയാണെന്ന്. അപ്പം നമ്മൾ ഇല ഇറക്കാൻ വന്നതാ ഗൈസ്. മഴയാണ്. നമുക്കൊരു വീഡിയോഗ്രാഫറോ ആരുമില്ല, നമ്മൾ തന്നെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ. നമ്മൾ 2-3 ആലും കൂടി വെട്ടിയിട്ട് നമുക്ക് കണ്ടാലോ. അപ്പം നമ്മളിങ്ങനെ കുത്തനെ ഒരു ഇല അങ്ങോട്ട് വെട്ടി നമ്മൾ പോവാണ്. നമുക്ക് പോയാലോ. നമുക്കിവിടെ ഒരു കിണറുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ ഇടവഴി. നമുക്കതിലേ ഉണ്ട് വഴി, ഇതിലേ ഉണ്ട് വഴി. നമുക്ക് നേർക്ക് വഴിയുണ്ടല്ലോ. നമ്മളൊരു അമ്പലത്തിൽ പോയി വരുമ്പോൾ ഈ ചീരൻ്റെ കഷ്ണം കൊണ്ടുവന്ന് പൊട്ടിച്ച് വെച്ചിട്ട് ഇപ്പോൾ അത് വലിയ ആകാശവാണി കോഴിക്കോടായിട്ട് അങ്ങനെ വളരണേ. അപ്പോൾ എനിക്ക് ഈ ചീരപ്പേരി വേണ്ട. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഈ ചീരൻ്റെ പേര് വേണേന്. അങ്ങനെ നമ്മൾ വെള്ളം നീന്തി, ഇന്ന് ശിവാവൊക്കെ വെള്ളത്തിൽ കൂടെ നീന്തിയിട്ടാണ് കേട്ടോ ടോയ്ലറ്റ് പോയത്. ദക്ഷ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയത്. ദക്ഷ ബേബിനെ ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇതിലെ നടത്തിച്ച് കൊണ്ടുപോയി. അപ്പം നമ്മൾ അവരെ ഒന്ന് കുളിപ്പിച്ച്. കാരണം വെച്ചാൽ മഴയത്ത് എന്തിനാ കുളിപ്പിച്ചെന്ന് നിങ്ങൾ വിചാരിക്കും. മഴയത്ത് നമ്മളെ ലത്തൈ കണ്ടോ, നമ്മളിതാ വരുന്ന അടുത്ത കൊല്ലം തേങ്ങയായിട്ട് എന്താ പറയുമ്പോൾ ചക്കയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വളരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെച്ച തയ്യാട്ടോ അതൊക്കെ. നമ്മൾ വെച്ച തയ്യയിലൊക്കെ തേങ്ങ ഉണ്ടായി. നമ്മളിവിടെ വെറുതെ ഒന്നും ഇരിക്കുകയല്ലേ, ഒരു തൈ കിട്ടി അത് കുഴിച്ചിടും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, അങ്ങനെ നമ്മളെ പൊട്ടി മക്കളും പോകുമ്പോൾ നമ്മളെ മക്കൾ വൃത്തിയാവണ്ടേ. അപ്പം ഞാൻ കുളിപ്പിച്ച് എൻ്റെ മക്കളെ തോർത്തി പ്ലാനലൊക്കെ ഇട്ട് പൊതിഞ്ഞ് ശിവാവിനെ കൂട്ടിലിട്ടിക്കേനി കേട്ടോ. പിന്നെ ഇറക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു വിധം ഉണങ്ങി. അപ്പോൾ കൂട്ടിന് പുറത്ത് വരണം തന്നെ. അങ്ങനെ നമ്മൾ അകത്തേക്കാക്കി. ദക്ഷ ബേബീനെ നമ്മൾ കുളിപ്പിച്ചിട്ട് അവൻ അകത്തല്ലേ നന്നായിട്ട് തോർത്താനൊക്കെ വെച്ചാണ് അവൻ ഉണങ്ങി.
അപ്പം നമ്മളെ പൂന്തോട്ടം കണ്ടില്ലേ, നമ്മളെ മീനിക്കുട്ടികളെ ഇനിയിപ്പോൾ ഇന്ന് കാട്ടാൻ വയ്യ. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. കാരണം ഈ പച്ചപ്പൊക്കെ ചട്ടി ഇവിടെ മറിഞ്ഞു വീണെടുക്കും. ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ നല്ല വെള്ളം ഉണ്ടാ. ഇവിടെ വെള്ളം എൻ്റെ മക്കളെ കുളിപ്പിച്ച് 3 ബക്കറ്റ് കൊണ്ടുവച്ച. ഈ ബക്കറ്റ് ഇവിടെ ഉള്ളതാണ്. കാല എഴുതാൻ വെള്ളം വെക്കണം. അപ്പോൾ നമുക്ക് കോടയൊക്കെ പൊട്ടണം. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. കാല് കഴുകണം. നമ്മൾ കൈ ഒഴിവില്ല ഗൈസ്. അപ്പം നമ്മൾ കാലിങ്ങനെ കഴുകി. ഇത് വേണ്ടാത്ത വെള്ളമാണ്. അപ്പം നമ്മൾ കാലിങ്ങനെ കഴുകി ചപ്പൽ ഇവിടെ ഇട്ട് നമ്മൾ കയറുന്നു. ഇത് നമ്മൾ കുട പൂട്ടാണ്ട്. ബേബിതാ പണങ്ങി സുന്ദരനായിട്ട് കുറച്ചും കൂടി നടുപ്പുറൊക്കെ ഉണങ്ങാണ്ടല്ലോ കുട്ടിയ. എൻ്റെ കുട്ടിയാണെങ്കിൽ കുട്ടിങ്ങനെ ചൂടത്തല്ലേ ഇതാണ്. അപ്പം അമ്മ എന്താ വലിയൊരു ഇലക്കായിട്ട് വരുന്ന വെച്ച് കുട്ടി നോക്കാം. അപ്പം എൻ്റെ ശിവാവതൊക്കെ അന്ന് കിടന്നിട്ട് ഉറങ്ങുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ വരാവേ. ഇന്ന് പൊട്ടീനാട്ടലാണ്. അപ്പം എൻ്റെ ലക്ഷ ബേബീനൊക്കെ കുളിപ്പിച്ച് എൻ്റെ ലക്ഷ ബേബി ഇത് ഉറങ്ങാണ്. ഉണക്കിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പുതച്ചെടുത്ത തൂവാലയാണത്, ടവൽ. അവൻ ഉറങ്ങി കഴിഞ്ഞു. എൻ്റെ സംസാരം കേട്ടിട്ടാണ്. സീവാവിനെ കുളിപ്പിച്ചൊക്കെ ഉണക്കിയിട്ടുണ്ട്. അവനും ഉറങ്ങി കഴിഞ്ഞു. അപ്പം നമുക്ക് പണി ഇന്ന് പൊട്ടീനെ കാട്ടി നമ്മളെ അടയൊക്കെ ചുട്ടുപോലോ. അപ്പം നമ്മൾ തേങ്ങ ചരണ്ടി ഉള്ളി ഏലക്കായും പൊടിച്ചിട്ട്, പിന്നെ ഉള്ളി ഉണ്ണിയേട്ടന് ഇഷ്ടമാണ്, ഏലക്കായി ഉണ്ണിയേട്ടന് ഇഷ്ടമല്ല. ഏലക്കായി നമുക്കിഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇടണം. എന്താ കുട്ടി? ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പഞ്ചസാര സ്പൂൺ കൊണ്ട് ഇട്ടാൽ നമുക്ക് ശരിയാവില്ല. അപ്പം നമ്മൾ പാത്രത്തോട് കൂടി തട്ടി ഇനി നമ്മളിതൊന്ന് കുഴച്ച് പരുവത്തിലാക്കിയിട്ട് ഒരു തേനിൻ്റെ ആകൃതിയാവും കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് കാണാലോ. ഓക്കേ. പൊടി കുഴക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പൊടി കുഴച്ചില്ല. ആദ്യം നമ്മളിത് റെഡിയാക്കിയിട്ടാണ് പൊടി കുഴക്കുക. നമ്മളിത് കുഴച്ച് ഇങ്ങനെ നല്ല തേന് പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇച്ചിരി പിന്നെ എന്തിടണം, വെളുത്തുള്ളി ഇടണം, പച്ചമുളകും ഇടണം, കറിവേപ്പില ഇടണം, പിന്നെ മല്ലിച്ചപ്പ് ഇടണം. നമ്മൾ ബിരിയാണീൻ്റെ ഇല ഇടണ്ട കേട്ടോ. ഇതെന്താ അറിയാം, അടയാണ്. നിങ്ങൾ എനിക്ക് വട്ടായോ? എനിക്കൊന്നും ആയില്ല. ഇതൊന്നും വേണ്ട. ഇനി നമുക്ക് ഞാൻ വെറുതെ ഒരു തമാശ അറിഞ്ഞല്ലേ. പച്ചമുളക് കറിവേപ്പില കറിയതോ ഇതിലേക്ക് വേണ്ട ഏലക്കായി ഇട്ട്, ചെറിയ ഉള്ളി ഇട്ട്, ജീരകട്ടില്ല. ജീരകട്ടാലും നമ്മളെ അമ്മായി പോലെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഉണ്ടോ. ഈ കൈ ഇങ്ങോട്ട് നക്കിയാലുണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളെ പൊടി കുഴച്ച് ഇങ്ങനത്തെ പരുവത്തിലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ലേശം വെള്ളം കൂട്ടി ഇങ്ങനെ ഉരുട്ടും. തലയിൽ വെച്ച് അങ്ങ് പരത്തും. എന്നിട്ട് പുഴുങ്ങും. ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇല എടുത്ത് ഇലയിൽ ഇത്തിരി വെള്ളം കുടഞ്ഞ് കയ്യിൽ ഇത്തിരി വെള്ളമാക്കി ഇങ്ങനെ ഉണ്ടയാക്കി നമ്മൾ ഇതിൽ വെച്ച് പരത്തും. കൈ കൊണ്ട് പരത്തും. എന്നിട്ട് നമ്മൾ ഫില്ലിങ്ങിനൊന്നും ഒരു കുറവും വേണ്ട. നല്ല ഫുള്ളായിട്ട് ഫില്ലിങ്ങാണ്. ഇത് വലിയൊരു കരണ്ടി എടുത്ത് നല്ല ഇരുട്ടാണ് ഇവിടെ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങോട്ട്
ഇങ്ങനെ മടക്കും. ഇങ്ങനെ മടക്കും. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ട് അലുമിനിയത്തിൻ്റെയാണ്, കറണ്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഐഡിയ പോയ പോക്കാണ്. സ്റ്റീലിൻ്റെ അടിയിൽ മേലെ ഈ തട്ട് വെച്ചിട്ട് നമുക്ക് കുറേ എന്തുണ്ടാക്കാം, അട പുഴുങ്ങാം. നമ്മൾ അകത്ത് വെച്ചെടുത്തിട്ട് അട അങ്ങനെ നമുക്ക് വെച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെച്ചെടുക്കുന്നതാണ്. ഹലോ ഗൈസ്, നമ്മൾ അടയ്ക്കുള്ള പൊടിയെല്ലാം ഹലോ ഗൈസ്, നമ്മൾ അകത്ത് വെച്ചെടുത്താടെയാണ്. നമ്മുടെ അമ്മായി കഴിക്കുകയാണ്. ഇവിടെ കഴിക്കുന്നുണ്ട്. ഓനെ കാട്ടലൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ഹലോ, നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണ് വന്നത്. വൈകുന്നേരമാണ്. വിളക്കത്തിച്ചിട്ടോ. വിളക്കത്തിച്ച് നമ്മൾ ഇന്ന് പൊട്ടീനൊക്കെ ആട്ടി അങ്ങനത്തെ വല്ലതും കേട്ടിക്കണോ? അറിവുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ കണ്ട ചടങ്ങുകളൊക്കെ കണ്ടിട്ടോ. നമ്മളെ കർക്കിടത്തിൻ്റെ തലേന്ന് കർക്കിടം 1 കറക്കണതിൻ്റെ തലേന്ന് നമ്മളെ വീടും എല്ലാം വൃത്തിയാക്കി അരിമൂടി കടിച്ചേരി ചണ്ടിയൊക്കെ നമ്മൾ എടുത്തു വെക്കണം, സേവ് ചെയ്തേക്കണം. നമുക്ക് ചണ്ടി ഉണ്ടാവില്ല. അങ്ങനെ രേശം, ഉപ്പ്, കടുക്, തിരി, എത്ര തിരിയാ സാധാരണ? 31 തിരി, പിന്നെ മുളക്, ഉപ്പ്, അരി, ഇതെല്ലാം ഒരു പൊട്ടിയ ചട്ടിയിൽ വെച്ചിട്ട് ഇത് വേണം സാധാരണ ചൂട്ട് ഇതെല്ലാം ആക്കിയിട്ട് നമ്മളെല്ലാ അരിമൂലയിലും തിരി കത്തിച്ചിട്ട് പൊട്ടിയ മക്കളും ശിവോതി മക്കളും വാവാന്ന് പറയണം. പറഞ്ഞിട്ട് എല്ലാ റൂമിൻ്റെ എല്ലാ അരിമൂലയും അങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ പുര ചുറ്റും 3 പ്രാവശ്യം ചുറ്റണം. ചാണകവെള്ളം കുടയണം. എന്നിട്ട് നമ്മളതവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നമ്മൾ അന്ന് വൈകുന്നേരം ഈ അടയൊക്കെ വെച്ച് നമ്മൾ ഈ മധുരം അട തന്നെയാണല്ലേ പണ്ട് മുതലേ അല്ലേ, പാളട ഒട്ടട എന്നൊക്കെ പറഞ്ഞിട്ട് തോട്ടാടയാണ്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അകത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നാളെ നമ്മൾ കർക്കിടക 1 അന്ന് നമ്മൾ ശ്രീബോധി വെക്കും. അത് ലക്ഷ്മി ദേവിനെ വരവേൽക്കാനാണ് അത്ര ശ്രീബോധി വെക്കണത്. കിണ്ടി വെള്ളത്തിലും കുറേ തീർത്ഥപ്പൂവും അതും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ വിളക്കും കത്തിച്ചിട്ട് ശ്രീബോധി വെക്കണം. 31 ദിവസം അല്ലേ സാധാരണ? അപ്പം നാളെ വൈകുന്നേരം നമ്മള് കലിയനാട്ടണം. അപ്പൊ ഒരു കഷ്ണം അട അവിടെ വെക്കണം, കലിയന് കൊടുക്കാം. ചോറ് നാളെ വെക്കുന്നത് എന്താ, അതൊക്കെ ഉരുട്ടിയൊക്കെ വെക്കണം. അപ്പൊ അതൊക്കെ നാളെ ഞാൻ കാണിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നാളെ ഇട്ടും. അപ്പൊ കാണാം. അപ്പൊ നമ്മളെന്താ അട സൂപ്പർ കഴിച്ചില്ല, കഴിക്കുന്നതിന് മുന്നേ അകത്ത് വെച്ച് ചൂട് വേണമെങ്കിൽ അല്ലേ? അപ്പോൾ ചൂടുള്ള അടുപ്പത്തുണ്ട്. ഏട്ടൻ്റെ വീട്ടിലുള്ളവരൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് വെള്ളം നിൽക്കുന്നുണ്ട് വരാം. അടുക്കള ഭാഗത്തൊക്കെ അപ്പം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഏട്ടൻ്റെ മോളെ വീട്ടിലേക്ക് പോയി. അപ്പം നമ്മളിവിടെ ഏട്ടനും കൂടി വെച്ച് കൊടുത്ത് 5 അല്ലേ വെക്കല്, പ്രാവശ്യം 6 ഇല വെച്ച്. അപ്പം നമ്മൾ ഗുഡ് നൈറ്റും കൂടി പറഞ്ഞാട്ടെ. ടാറ്റാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ കേട്ടോ. അതെന്താണ് ചായ.